കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറിയുടെ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് കണ്ണൂർ വാരം സ്വദേശി കെ ഇർഷാദാണ്. നമുക്കറിയാം, മനുഷ്യർക്ക് എല്ലാ അവയവങ്ങളും കൃത്യമായി പ്രവർത്തിക്കുന്ന മനുഷ്യർ തന്നെ ജീവിതത്തിൽ വല്ലാതെ പലപ്പോഴും സ്ട്രഗിൾ ചെയ്യാറുണ്ട്, ജീവിതത്തിൽ പകച്ചു പോകാറുണ്ട്. എന്നാൽ തൻ്റെ 14-ാം വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട, എന്നാൽ കാഴ്ച പരിമിതിയെ അതിജീവിച്ച് ഇന്ന് സംസ്ഥാനത്തുടനീളവും അതുപോലെ സംസ്ഥാനത്തിന് പുറത്തും ഒത്തിരി വേദികളിൽ വയലിനിസ്റ്റായി തിളങ്ങുന്ന ഇർഷാദിൻ്റെ ജീവിതത്തിലൂടെ ഉള്ള ഒരു യാത്രയാണ് ഇന്ന് സക്സസ് സ്റ്റോറി നടത്തുന്നത്. അപ്പോൾ ഇർഷാദ് നന്നായി വയലിൻ വായിക്കും എന്ന് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം കടന്നു വന്ന വഴികൾ കുറച്ച് ദുർഘടകം തന്നെയാണ്. സാധാരണ എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു മനുഷ്യൻ തന്നെ ഭൂമിയിൽ ജീവിച്ചു പോകാൻ പലപ്പോഴും പെടാപ്പാട് തന്നെയാണ്. അപ്പോൾ കാഴ്ച പരിമിതി ഉണ്ടായാലോ? അപ്പോൾ കാഴ്ച പരിമിതിയെ അതിജീവിച്ച് സംഗീത ലോകത്ത് തൻ്റേതായ ഒരു സ്ഥാനമുറപ്പിച്ച ഇർഷാദിൻ്റെ ജീവിതത്തിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ സഞ്ചാരം. പ്രേക്ഷകർക്കും ഒപ്പം ഇർഷാദിനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇർഷാദേ, നമസ്കാരം. സക്സസ് സ്റ്റോറിയിൽ താങ്കളുടെ ഒരു ജീവിതത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം എന്ന് കരുതുന്നു. അപ്പോൾ താങ്കൾ നല്ലൊരു വയലിനിസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്കാദ്യം നല്ലൊരു വയലിൻ വായനയിലൂടെ തുടങ്ങിയാലോ? ഏറ്റവും കൂടുതൽ വേദികളിൽ ആളുകൾ താങ്കളോട് ആവശ്യപ്പെടുന്ന ഒരു മലയാളം സംഗീതം ഏതാണത്? ഏറ്റവും ഇഷ്ടപ്പെട്ട, ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ഏതാണ്? മോഹൻലാൽ നായനായ അനാഥ ബാല്യങ്ങളുടെ കഥ പറയുന്ന, അല്ലേ? തുടങ്ങാം നമുക്കതൊന്ന്. യെസ്, പ്ലീസ്. ഉണ്ണികളെ ഒരു കഥ പറയാം, അല്ലെ? ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം, അതാണ് ആ പാട്ടിന്റെ ആദ്യത്തെ വരികൾ. അപ്പൊ നമുക്ക് ഉണ്ണികളോട് പറയാനുള്ളത് ഇർഷാദിന്റെ കഥയാണ്, ഇർഷാദിന്റെ വയലിന്റെ കഥ, അല്ലെ? എവിടെയാണ് ഇർഷാദ് ജനിച്ചത്? ഞാൻ കണ്ണൂർ ജില്ലയിലെ വാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മാതാപിതാക്കൾ? ഉപ്പാന്റെ പേരെന്താണ്? അബ്ദുള്ള. ഉമ്മ? എത്ര മക്കളാണ് നിങ്ങൾ? ഞങ്ങൾ 4 പെണ്ണുമാണ്. നിങ്ങൾ എത്രാമത്തെ ആളാണ്? ഞാൻ ഏറ്റവും ഇളയാളാണ്. ബാക്കിയുള്ളവരൊക്കെ ഏട്ടന്മാരും ഇത്തമാരുമാണ്. അവരൊക്കെ സെറ്റിൽഡ് ആണ്? എല്ലാവരും സെറ്റിൽഡ് ആണ്. എല്ലാവരും മാരീഡ് ആണ്? എല്ലാവരും മാരീഡ് ആണ്. താങ്കൾ മാരീഡ് ആണോ? അല്ല. ബാക്കി എല്ലാവരും മാരീഡ് ആണ്. അതെ. താങ്കളുടെ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള അംഗപരിമിതി എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ഒരു മൂത്ത സിസ്റ്റർക്ക് എന്താണ് അവർക്ക്? ടോട്ടലി ബ്ലാക്ക്. അപ്പൊ മൂത്തയാൾക്കും ഇളയാൾക്കുമാണ് ഈ അംഗപരിമിതി ഉള്ളത്. എപ്പോഴാണ് ഇർഷാദിന് ഈ കാഴ്ചയുടെ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നി? എനിക്ക് ജന്മന 2 കണ്ണുകൾക്കും ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഓപ്പറേഷൻ കഴിഞ്ഞത് ഒരു 3 മന്ത്സിനുള്ളിൽ, പിന്നെ ഓരോ കണ്ണിനായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞത്. ബൈ ബർത്ത്. അതെ. അപ്പം ഗ്ലൂക്കോമയായിരുന്നു മെയിൻ പ്രശ്നം. ഡോക്ടേഴ്സ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഏത് സമയത്തും കാഴ്ച കംപ്ലീറ്റ് ആയിട്ട് കുറയാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 7th വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. സ്വന്തമായിട്ട് എഴുതും, അതുപോലെ തന്നെ പിന്നെ സ്വന്തമായിട്ട് വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു.
എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് 7th വരെ. ഈ 7 വരെ എവിടെയാണ് പഠിച്ചത്? പുറത്തിൽ ന്യൂ മാപ്പിള സ്കൂൾ. പുറത്തിൽ ന്യൂ മാപ്പിള യു പി സ്കൂൾ. ആ കാലഘട്ടത്തിലുള്ള കാഴ്ചകളൊക്കെ എന്തൊക്കെയായിരുന്നു? അന്നുള്ള എല്ലാം ഭംഗിയായി, എല്ലാം ഭംഗിയായിട്ട് ഭൂമിയിലെ എല്ലാം കണ്ടു. അതെ അതെ, എല്ലാം കണ്ടു. അന്നൊക്കെ യാത്രകളൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ യഥേഷ്ടം നമുക്ക് ആ പ്രായത്തിൽ നമുക്ക് പോകാൻ പറ്റുന്ന പരിമിതിയിൽ വെച്ചിട്ട് ഞാൻ ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു. ഒരുപാടെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റുന്ന ആ ഒരു അതെ 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 അതെ. അന്ന് എന്തായാലും നമുക്ക് പുറത്തോട്ടെന്നുള്ള പെർമിഷൻ ഒന്നും ഉണ്ടാവില്ലല്ലോ. 12 വയസ്സ്. അതെ അതെ അതെ. 12 വയസ്സ് എപ്പോഴാണ് ഈ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി? 7th എക്സാം നടക്കുന്ന സമയത്താണ്. ഫൈനൽ എക്സാം. എന്താണ് ആ ദിവസത്തെ ഓർമ്മകൾ? ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേനൽക്കാലമായിരുന്നു. വേനൽക്കാലത്ത് ഒരു ഉച്ച സമയം, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഉച്ച സമയത്ത് എനിക്ക് ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ കംപ്ലീറ്റ് റെഡായിട്ട് വരികയാണ്. അതിപ്പം നമ്മൾ ഒരു റെഡ് കൂളിംഗ് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ കാണുന്നതൊക്കെ റെഡായിരിക്കില്ലേ, അതുപോലെ പെട്ടെന്ന് ഞാൻ കാണുന്ന അന്തരീക്ഷവും മരങ്ങളും അതുപോലെ തന്നെ പ്രകൃതി മുഴുവൻ റെഡായിട്ടിരിക്കുക. അപ്പം ഞാൻ ഫ്രണ്ട്സ് അവിടെ പിള്ളേരതൊക്കെ ചോദിച്ചു, എൻ്റെ കണ്ണിലോട്ട് നോക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കണ്ണിലോട്ട് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ കാണുന്നതൊക്കെ റെഡാണ്. അന്ന് തൊട്ട് മങ്ങി തുടങ്ങിയതാണ്. എനിക്ക് പിന്നെ പഴയ ഒരു ഇത് കിട്ടിയിട്ടില്ല. അല്ല, ഈ കണ്ണ് കാഴ്ചയിലെല്ലാം റെഡായി അത് വീട്ടിൽ പോയി പറഞ്ഞു. വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അന്ന് അതിനു മുമ്പേ ട്രീറ്റ്മെന്റ് ചെയ്യുമായിരുന്നു. അന്ന് തൊട്ട് കുറെ കൂടി കൂടുതൽ ഓടാൻ തുടങ്ങി ട്രീറ്റ്മെന്റിന്. ഉപ്പാക്ക് എന്തായിരുന്നു തൊഴില്? ഗൾഫിലായിരുന്നു. അപ്പോൾ സ്ഥിരമായി ചികിത്സ ഉണ്ടായിരുന്നു അന്നേരം? ചികിത്സയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ റെഡായിട്ട് അന്ന് ഒരു ദിവസം ഫുള്ള് എല്ലാം ചുവപ്പായി കണ്ടു. പിറ്റേ ദിവസമായപ്പോ എന്തായി സ്ഥിതി? കൂടുതൽ എത്ര ദിവസം എടുത്തു ഇത് പൂർണ്ണമായിട്ട് കാഴ്ച മറിയാൻ? ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് മറന്നു. എന്തായിരുന്നു അന്നേരത്തെ മാനസികാവസ്ഥ ഇർഷാദ് നിങ്ങളുടെ? മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, കാരണം എന്ന് പറഞ്ഞ ഏറ്റവും ബാല്യകാലത്ത് ഏറ്റവും രസകരമായി ഓടിപ്പാഞ്ഞ് നടക്കുന്ന എല്ലാം സുന്ദരമായി ആസ്വദിക്കുന്ന ആ ബാല്യത്തിലാണ് ഈ കാഴ്ച പറയുന്നത്. എന്താണ് അന്നേരത്തുള്ളൊരു? ശരിക്കും ഒരു വല്ലാത്ത ഒരു ഒറ്റപ്പെടൽ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള ഫ്രണ്ട്സ് പിന്നെ ഇല്ല, വരുന്നില്ല. കൂടെ കളിക്കാനുള്ള ഫ്രണ്ട്സ് അങ്ങനെ ഇല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയില്ലല്ലോ ഇത് എന്താണ് ഏതാണെന്നുള്ള അവർക്കറിയില്ലല്ലോ. അപ്പം അവരെന്താ പറയാ? പിന്നെ സ്കൂളിൽ പോക്കില്ലേ? പിന്നെ 7ാം ക്ലാസ് എവിടെയാ പഠിച്ചത്? 7ാം ക്ലാസ് കഴിഞ്ഞ് എനിക്ക് പിന്നെ 8, 9 എനിക്ക് കിട്ടിയിട്ടില്ല. അല്ല, 7ാം ക്ലാസ്സിൽ ഈ കാഴ്ച നഷ്ടപ്പെട്ടപ്പോ താങ്കളുടെ ഒപ്പം നടന്ന സുഹൃത്തുക്കളായ കുട്ടികളൊക്കെ എന്താണ് താങ്കളോട് പറഞ്ഞത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. അവർ നിങ്ങളിലേക്ക് വരാതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റെഗുലറായിട്ട് ട്രീറ്റ്മെന്റ്, പിന്നെ മരുന്ന്, അത് ഇത് കുറെ മരുന്നും മന്ത്രങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവം. ശരിക്കും പറഞ്ഞു മന്ത്രവാദം ചെയ്തോ? സ്വാഭാവികമായിട്ട് നോക്കുമല്ലോ, എന്താ പറയാ, മരുന്ന് മന്ത്രവാദങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ്. പിന്നെ അവരിങ്ങോട്ട് വരാതെയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വന്നു കഴിഞ്ഞാലും ഞാൻ കൂടെ കളിക്കാൻ ഉണ്ടാവാത്തൊരു സാഹചര്യം വന്നപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു കാറ്റഗറിയിലോട്ട് മാറി. ഈ 7ാം ക്ലാസ് വരെ ഇർഷാദ് കളിച്ചിരുന്ന പ്രധാന കളികളൊക്കെ എന്തൊക്കെയായിരുന്നു? എല്ലാം കളിക്കുമായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട കളികൾ ഏതായിരുന്നു? എല്ലാം കളിക്കുമായിരുന്നു. ഫുട്ബോൾ എനിക്ക് അത്ര താല്പര്യമില്ല. അത്യാവശ്യം ക്രിക്കറ്റ് കളിക്കും, പിന്നെ ഗോൾ കളിക്കും, പിന്നെ കുട്ടിയും കോലും കളിക്കുമായിരുന്നു. അങ്ങനെ അത് കളിക്കുമായിരുന്നു. പിന്നെ കുട്ടിയും കോലും കളിക്കുമായിരുന്നു. പിന്നെ എൻ്റെ പ്രധാന ഹോബി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടികളുടെ മിനിയേച്ചർ ചെയ്യാന്നുള്ളത്. അത് ചെയ്യുമായിരുന്നു. ഈ തെർമോക്കോളൊക്കെ വെച്ചിട്ട് ഞാൻ കാണുന്ന വണ്ടികളുടെ മിനിയേച്ചർ ചെയ്യാനുള്ള ശ്രമം ഉണ്ടാവുമായിരുന്നു. അതിൻ്റെ അകത്ത് കുറേ സാറ്റിസ്ഫാക്ഷൻ ഞാൻ കണ്ടെത്തുമായിരുന്നു. ഒരുപാട് നേരം അതിനു വേണ്ടി ഇരിക്കുമായിരുന്നു ഞാൻ. അതായത് പിള്ളേരുടെ കൂടെ കളിക്കുന്ന അതേ സാറ്റിസ്ഫാക്ഷൻ തന്നെ ഞാൻ ഇതിൻ്റെ അകത്തും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. 7ാം ക്ലാസ് വരെ ഏതൊക്കെ മത്സരങ്ങളിലാണ് സ്കൂളിൽ പങ്കെടുത്തിട്ടുള്ളത്? ഇല്ല, അങ്ങനെയുള്ള കാര്യമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് അവിടെ അങ്ങനെ കാര്യമായിട്ടുള്ളൊരു കളികളൊന്നും ഇല്ല. ശരിക്കും അങ്ങനെ കാര്യമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല സ്കൂൾ ലെവലിൽ. ഇല്ല. ഈ 7ാം ക്ലാസ് വരെ ഇതെല്ലാം കളിച്ച് നടന്ന നിങ്ങൾക്ക് പിന്നെ കളിക്കാൻ കഴിയാത്തൊരു കുട്ടിയായി മാറി. അതെ. പെട്ടെന്ന് എങ്ങനെയാണ് അപ്പോൾ അതിനൊക്കെ നേരിട്ടത് മനസ്സുകൊണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രഗ്ലിങ് തന്നെയായിരുന്നു. ഇതെന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാത്തൊരു സാഹചര്യം. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റപ്പെടുന്നൊരു സാഹചര്യം. നമ്മൾ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ പിന്നെ വേറെ വഴിയിലോട്ട് മാറിയല്ലോ. അത് ആരുടെയും കുഴപ്പമല്ല. ആ ഒരു പ്രായത്തിൽ അവർക്ക് എല്ലാവർക്കും തോന്നുന്നൊരു കാര്യമാണ്. പിന്നെ ആ സമയത്ത് അവൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ആർക്കും, നമ്മുടെ നാട്ടിൻപുറം ആയതുകൊണ്ട് ആർക്കും അത്ര വലിയ വിദ്യാഭ്യാസം ഇല്ല.
പക്ഷെ അവർ ഇപ്പം എൻ്റെ കൂടെ സ്ഥിരമായിട്ടുണ്ട്. ഇന്നുണ്ട്, അന്നില്ല, ഇന്നുണ്ട്. ഇന്ന് അവരൊക്കെ സെറ്റിൽഡ് ആയി. പക്ഷെ ഇന്ന് സ്ഥിരമായിട്ട് എല്ലാവരും ഉണ്ട്. വീട്ടിലെ ഒരു അന്തരീക്ഷം എന്തായിരുന്നു? വീട്ടില് ഇതന്നെയാണ്. 7ാം ക്ലാസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട ആ കാലത്ത് കാഴ്ച ഉള്ള സമയത്ത് കിട്ടിയ പരിഗണനയിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്താ? കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയി. പുറത്തോട്ട് പോകാൻ പാടില്ല, അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല. കുറേ കൺട്രോൾഡാണ്. ശരിക്കും അതെനിക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു. പരിമിതികളായി സക്സസ് ആയ ഇർഷാദിനോടൊപ്പം നമ്മൾ വീണ്ടും ചേരുകയാണ്. ഇർഷാദെ, അതിനുശേഷം ഈ 8ഉം 9ഉം ക്ലാസ് കിട്ടിയില്ല എന്ന് പറയാൻ കാരണം എന്താ? മരുന്ന്, ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ. എവിടേക്കാണ് അന്ന് ചികിത്സയ്ക്ക് പോയത്? അത് ഇന്ത്യയിൽ അന്ന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഫെസിലിറ്റീസൊക്കെ അന്ന് യൂസ് ചെയ്തത്. മധുര, കോയമ്പത്തൂര്, പിന്നെ ഇവിടെ കേരളത്തിലാണെങ്കിൽ പിന്നെ നമ്മുടെ എറണാകുളം കൂത്താട്ടുകുളം, ലിറ്റിൽ ഫ്ലവർ അല്ല, കൂത്താട്ടുകുളം ആയുർവേദ ശ്രീധരി ഉണ്ട്, ശ്രീധരി. അവിടെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരം ട്രീറ്റ്മെന്റ് 2 വർഷം. അതെ അതെ അതെ. എപ്പോഴാണ് ഇതിന് ഫലമില്ല എന്ന് മനസ്സിലായത്? ഫലമില്ലാന്ന് നമുക്കത്, ചികിത്സയ്ക്ക് ഫലമില്ല എന്ന് മനസ്സിലായത് എപ്പോഴാണ്? ഇപ്പം വീട്ടുകാർ ഓരോരോ അഡ്വർടൈസ് കാണുമ്പോൾ അങ്ങോട്ടേക്ക് ഓടും. പരക്കം പാച്ചില്. മന്ത്രവാദം എവിടെയൊക്കെ പോയിട്ടുണ്ട്? മന്ത്രവാദം എവിടെയൊക്കെ പോയി എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഓരോ മന്ത്രവാദങ്ങളാണ് ചെയ്തിരുന്നത്. ഇങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്യുന്ന കാണാൻ അറിയാൻ വേണ്ടിട്ട് ഇതെല്ലാം വെറുതെയാണ് എന്ന് പുതിയ കാലത്തിന് പറഞ്ഞു കൊടുക്കാലോ. അല്ല, അത് നമ്മള് എന്താ പറയാ, മനുഷ്യൻ വഴിമുട്ടുമ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, ആ രീതിയിൽ മാത്രം നമ്മൾ കണ്ടാൽ മതി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരുപാട് എന്താ പറയാ, തലക്കോഴി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എനിക്ക് കൃത്യമായിട്ട് എവിടെയൊക്കെ പോയതായിട്ട് അങ്ങനെ ഓർമ്മയില്ല. പക്ഷെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെ നീണ്ട 2 വർഷം. അതെ അതെ. അപ്പൊ 12ഉം 2ഉം 14 വയസ്സായി. പിന്നെ സ്കൂളിൽ പോകാൻ പറ്റുമോ? പിന്നെ ആ റെഗുലർ സ്കൂളിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ധർമ്മശാല, പിന്നെ ബ്ലൈൻഡ് സ്കൂളിൽ ഞാൻ കുറച്ചു കാലം പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ട്രോമ ഉള്ളത് ആയിരിക്കാം എനിക്ക് അവിടെ നിന്ന് താമസിച്ച് പഠിക്കാൻ പറ്റിയിട്ടില്ല. പെട്ടെന്നൊരു ചേഞ്ചിലോട്ട് പെട്ടെന്ന് കൺവേർട്ടായല്ലോ. അപ്പോൾ എനിക്ക് ഒരു വല്ലാത്തൊരു എന്തോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. ഒരു ഭയമാണോ അല്ല എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവമായിരുന്നു. അതിനുശേഷം അവിടെ ഹോസ്റ്റലായിരുന്നു. അവിടെ 7th കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. 7th കംപ്ലീറ്റ് ആയി. പിന്നെ അതിനുശേഷമാണ് അവിടെ പോകുന്നത്. അവിടെ പോയുള്ള ആദ്യ ദിവസങ്ങളുടെ അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു? അവിടെ പോയപ്പം അവിടെ ഫസ്റ്റ് 1ാം ക്ലാസ് തൊട്ട് ഇരിക്കണം, ഇവിടെ ബ്രെയിൽ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി ഞാൻ 1ാം ക്ലാസ് വരെ പഠിച്ച ആളോട് 1ാം ക്ലാസ്സിൽ പോയിട്ട് ഇനി ഒന്നേന്ന് തുടങ്ങണം, ഇനി ഞാൻ 1ാം ക്ലാസ്സിലാണോ എന്നുള്ളൊരു തോന്നലൊക്കെ എനിക്ക് വന്നു. പക്ഷേ 7ാം ക്ലാസ് വരെ നല്ല സുന്ദരമായിട്ട് പഠിച്ച ഇർഷാദിനോട് ആളോട് 1ാം ക്ലാസ്സിൽ പോയി അത് വേറൊന്നുമല്ല. അവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. ബ്രെയിൽ പഠിക്കാൻ വേണ്ടി ഫസ്റ്റ് അക്ഷരം നമ്മൾ മലയാളം ബ്രെയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അക്ഷരം മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങണമല്ലോ. അപ്പം 7ാം ക്ലാസ്സിൽ നിന്ന് ഒരു ലോങ് ബുക്ക് കൊടുത്തിട്ട് ഇത് വായിക്കുന്ന പറഞ്ഞാൽ പറ്റത്തില്ല. അപ്പം എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ്സിൽ ലിപി പഠിച്ച് കുറേയൊക്കെ പഠിച്ചു. പക്ഷെ എനിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ കുറച്ച് കാലേ നിന്നുള്ളൂ. ഒരു 6 മാസം അങ്ങനെയൊക്കെ ഉണ്ടാവും. അവിടുന്ന് വിട്ടിട്ട് പിന്നെ ഇനി എന്താന്നുള്ളൊരു തോന്നല്, ഒരു ഐഡിയ ഇല്ല. ഒരു ഭയങ്കര പ്രശ്നമായിരുന്നു. നീ പഠിക്കാണ്ട് ഇനി എന്താ പരിപാടി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു മാനസികാവസ്ഥ ആ സമയത്ത് മനസ്സിലാക്കാൻ ആരെക്കൊണ്ടും പറ്റിയിട്ടില്ലെന്ന് പറയാൻ കാരണം അവർക്ക് അറിയില്ലല്ലോ ഇങ്ങനെ ഒരു സ്റ്റേജിലോട്ട് മാറുമ്പോൾ ഒരു വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അത് ആരും കുറ്റം പറയേണ്ട കാര്യമില്ല. അവർക്ക് അറിയില്ലായിരുന്നു. ഒന്നാമത് നാട്ടും പുറത്തെ ആൾക്കാരാണ്, ഒന്നും അറിയില്ല. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് ഇത് 6 മാസം അവിടുത്തെ പഠനം നിർത്തി തിരിച്ചു വന്നു, കുറച്ച് ലിപികളൊക്കെ പഠിച്ചു. അതിനുശേഷം പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം അങ്ങനെ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് തന്നെ എനിക്ക് മ്യൂസിക് പഠിക്കണം എന്നുള്ളൊരു ഭയങ്കരമായിട്ട് അതിയായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ റേഡിയോയിലൊക്കെ സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഇത് പഠിക്കണം എന്നുള്ള ചെറുപ്പത്തിലേ പാടുമായിരുന്നു.
ഇങ്ങനെ റേഡിയോയിലൊക്കെ കേൾക്കുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സോങ് ഉണ്ടാവും. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരുന്നു? അത് ഓർമ്മയില്ല. കാരണം താങ്കളുടെ ഈ അനുഭവങ്ങൾ വെച്ച് ഏതെങ്കിലും പാട്ടിനോട് പ്രത്യേകിച്ച് താല്പര്യം തോന്നി? അത് ഓർമ്മയില്ല. അത് അങ്ങനെ നമ്മളിങ്ങനെ ഓരോ സോങ്ങായിട്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മൂളും. പിന്നെ പക്ഷേ ഇൻസ്ട്രുമെൻറ്റുകളോടാണ് എനിക്ക് അന്നും കൂടുതലായിട്ട് ക്രേസ്. പക്ഷേ ഇതെങ്ങനെ വീട്ടിൽ പറയണം, എന്ത് പറയണം എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. 8 മക്കളല്ലേ? ബാക്കി 7 പേര് എങ്ങനെയാണ് നിങ്ങളോടുള്ള നിലപാടുകളൊക്കെ? നല്ലത് തന്നെയാണ്. എല്ലാവരും ചേർത്ത് പിടിച്ചോ? എല്ലാവർക്കും നല്ല സ്നേഹമായി. പക്ഷേ ഞാൻ സ്കൂളിൽ പോകാത്ത കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്കൂളിൽ പോകാത്ത വീട്ടിൽ വലിയ കുഴപ്പമാണ്. അതെ, വലിയ കുഴപ്പമില്ല. ബാക്കി എല്ലാവരും വലിയ അത്യാവശ്യം പഠിച്ചവരാണ്. അത്യാവശ്യം പഠിച്ചവരാണ്. താങ്കൾക്ക് ഇതിനോട് ഈ പഠനം അങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റാതായി. അങ്ങനെ താങ്കൾ ഈ സംഗീത ഉപകരണങ്ങളിൽ ഏറ്റവും അന്ന് മനസ്സിൽ തോന്നിയത് ഏതിനോടായിരുന്നു ഏറ്റവും ഇഷ്ടം? വയലിൻ തന്നെ ആയിരുന്നു? അതെയോ കീബോർഡാണ്? കീബോർഡ്. അതായത് ഈ സ്ട്രിങ്സിന്റെ ഗ്രൂപ്പ് ടോണൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആയിരുന്നു. പിന്നെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രംസ്, പെർക്കഷൻ ഐറ്റംസിനോടാണ് എനിക്ക് കൂടുതലായിട്ട് താല്പര്യം. അപ്പം ഈ രണ്ടും ഞാൻ നന്നായിട്ട് ഫോക്കസ് ചെയ്യായിരുന്നു. ഒന്ന് ഈ ഗ്രൂപ്പ് സ്ട്രിങ്സ്, പിന്നെ ഈ പെർക്കഷൻ്റെ സംഭവങ്ങൾ. പിന്നെ എനിക്ക് പെർക്കഷനാണ് എൻ്റെ വഴി. അല്ല, ഈ ഇൻസ്ട്രുമെൻ്റിൽ കീബോർഡ്സ് ആണ് കുറേ കൂടി സ്ട്രിങ്സിൻ്റെ ടോണൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ ഞാൻ ഓരോ ചിത്രത്തിലൊക്കെ കണ്ട് ഓരോ മാസികകളിലും ഇങ്ങനെ കീബോർഡ് ചിത്രത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തന്നു ഓരോ ആൾക്കാർ. ഐ മീൻ ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ഞാൻ ചോദിച്ചോടാ ഇതെങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ കീസ് ഉണ്ട്. പിന്നെ ആ സമയത്ത് തന്നെ നമ്മുടെ വീട്ടിൽ ഈ ഹാർമോണിയം കൊണ്ട് നാടോടികൾ വരുമായിരുന്നു. നാടോടികൾ അപ്പോൾ വീട്ടിൽ നിന്നൊന്നും വായിക്കാൻ സമ്മതിക്കില്ല. അവർ വരുമ്പോൾ തന്നെ ഒരു കീസ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ പൈസ കൊടുത്തിട്ട് അവർ പറഞ്ഞു ഒഴിവാക്കും. ഹാർമോണിയം കാഴ്ചയുള്ള സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. വലിയ പട്ടി ഒരുപാട് കീസ്. അപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്നാണ് പാമ്പ് വരുന്നത്. ഹാർമോണിയത്തിന്റെ ഉള്ളിൽ നിന്നാണ് പാമ്പ് വരുന്നത്. അതിങ്ങനെ സൗണ്ട് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പാമ്പ് ഇങ്ങനെ വന്നിട്ട്. അപ്പൊ ഞാൻ ഈ കാണുന്ന സമയത്തൊക്കെ അതെ ഞാൻ ഈ കാണുന്ന സമയത്ത് തന്നെ വീട്ടിലിങ്ങനെ പിന്നെ അവർ വന്നിട്ട് വായിക്കുമ്പോൾ പാമ്പൊന്നും വരുന്നില്ല, പക്ഷെ നല്ല ടോൺ വരുന്നുണ്ട്. നല്ല അടിപൊളി ആയിട്ടുള്ള ടോൺസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം എനിക്കതൊരു ക്രേസായി. ഇതെന്താണ് ഇതിങ്ങനെ അറിയണമല്ലോ എന്നുള്ളൊരു ക്രേസായി. അന്വേഷിച്ച് പക്ഷെ വീട്ടിൽ പറയാൻ പറ്റത്തില്ലല്ലോ. ഒന്നെന്ന് പറഞ്ഞാൽ അതൊരു മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഹാർമോണിയം വായിക്കുമ്പോൾ തന്നെ എന്തിനധികം ഒരു മറ്റേ ദഫില്ലേ, ദഫ് നമ്മുടെ ഗഞ്ചര പോലുള്ള അത് കൊട്ടിക്കൊണ്ട് ചില ആൾക്കാർ വരും. അവരെ പോലും പടം സമ്മതിക്കൂല. അപ്പം തന്നെ എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് പറഞ്ഞു. അതെ ആ സമയത്തൊന്നും 7 കാലത്തെ അടുപ്പിക്കൂല. അതെന്തോ ഈ അസുഖങ്ങൾ വിളിച്ചു വരുത്തുന്നതാണ് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പഴയ തലമുറയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സംഗീതം അസുഖങ്ങളെ വിളിച്ചു വരുത്തുന്നു. ഒരു ഭയങ്കര സംഭവമാണല്ലോ അല്ലേ? അങ്ങനെ ഒരു കാലവും ഉണ്ടായിരുന്നു. ഇത് ഹറാമായ കാലം ഉണ്ടായിരുന്നു. അപ്പൊ സംഗീതം ഹറാമാണെന്നൊരു ധാരണയും ഉണ്ടാവും ആ സമയത്ത്. തനി ഹറാമാണ്. ഈ ഹറാമായതിനെ നിങ്ങൾ ഇതെങ്ങനെ എടുത്ത് കയ്യിൽ വെച്ചു? അപ്പൊ എന്തെല്ലാം നേരിട്ടു അതറിയണമല്ലോ. ഇത് അത് ഒറ്റ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അല്ല, അത് പറയണം കൃത്യമായിട്ട്. പുതിയ തലമുറ അറിയണം ഇത് ഒറ്റ ദിവസം കൊണ്ടൊന്നും ഇത് പഠിച്ചതല്ല, വലിയ ത്യാഗം ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ. തബലയുമായി മറ്റേ ഹാർമോണിയമായി വരുമ്പോൾ അതിൽ നിന്ന് പാമ്പ് വരും, ഡഫായിട്ട് വരുമ്പം അത് അസുഖം വരുത്തും. അതുകൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറയുന്ന യാഥാസ്ഥിക കാലത്തിലാണ് താങ്കൾ ഈ സാധനം പഠിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ താങ്കൾ ഇതിനോട് ഇഷ്ടം എങ്ങനെ കൊണ്ടു നടന്നു? ഇഷ്ടം, നമുക്ക് ഉള്ളിലൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. ഒരു സംഭവത്തോടെ താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ അതിയായ ക്രൈസ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ക്രൈസായിരുന്നു. പഠിക്കണം എന്നുള്ള വല്ലാത്ത ക്രൈസായിരുന്നു. അങ്ങനെ കുറേ നാൾ പോയി. പിന്നെ നമ്മുടെ മൂത്ത മാമനുണ്ടല്ലോ, കാരണവര്, അതെ, പുള്ളി ഈ മൗത്തോർഗം പോലുള്ളൊരു സാധനമൊക്കെ ഇടയ്ക്ക് കൊണ്ടുവരുമായിരുന്നു. ആ സമയത്ത് അത് ഞാൻ വേറെ ആർക്കും, അത് എല്ലാവർക്കും കൂടിയിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷെ ഞാൻ വേറെ ആർക്കും കൊടുക്കൂല. അത് ഞാൻ തന്നെ കൊണ്ടു നടക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ
സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിള്ളേർന്ന് പിടിച്ചു വായിക്കുക, അതിനു വേണ്ടി തല്ലുകൂടുക. അമ്മാവൻ കൊണ്ടുവന്ന കാർന്നോർ കൊണ്ടുവന്ന മൗത്ത് ഓർഗൻ മറ്റാർക്കും കൊടുക്കാതെ സ്വന്തമാക്കി അതിലിങ്ങനെ ഊതില് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഊതുക. പക്ഷെ എന്ന് പറഞ്ഞാൽ അതെന്താണ് ഏതാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പം പിന്നെ ഈ ബ്ലൈൻഡ് സ്കൂളിൽ ചെന്നപ്പോൾ ഇതേ ഹാർമോണിയം ഞാൻ അവിടെ കണ്ടു. ഇതേ ഹാർമോണിയം അവിടെ കണ്ടപ്പോൾ അവിടെ നിന്ന് എനിക്ക് തൊടാൻ പേടി. കാരണം ഇതിൻ്റെ അകത്ത് പാമ്പുണ്ടാവുമല്ലോ. എനിക്ക് തൊടാൻ പേടി. അങ്ങനെയാണല്ലോ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചേക്കുന്നത്. അപ്പോൾ തൊടാൻ പേടി. അപ്പോൾ ഒരു സ്മിത ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പം ടീച്ചർ പറഞ്ഞു, ഇർഷാദ് ഇതാണ് ഹാർമോണിയം എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുമല്ലോ. അപ്പം ഞാനിങ്ങനെ മാറി കളിക്കുമ്പോൾ മോനെന്താ ഇങ്ങനെ മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതാണ് പാമ്പ് വരും. പാമ്പോ? സാറിപ്പോൾ ചിരിച്ച പോലെ തന്നെ മിസ്സും ചിരിച്ചു. അങ്ങനെ ഇത് പാമ്പൊന്നും ഇല്ല, ഇതാണ് സിസ്റ്റം. ഇതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം റീഡിൽ ഇങ്ങനെ എയർ അടിച്ചിട്ട് അത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ വരുന്ന സൗണ്ടാണ്, വേറെ ഇതിൻ്റെ അകത്ത് വേറെ എക്സ്ട്രാ സംഭവമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് മാം പരിചയപ്പെടുത്തി തന്നു. അപ്പം നമ്മളവിടെ സംഗീതാധ്യാപകനായിട്ടൊരു ബാബു സാറുണ്ടായിരുന്നു. അപ്പം സാറ് ഇങ്ങനെ ശ്രുതി ഇട്ടിട്ട് പാടുന്നതൊക്കെ ഹാർമോണിയത്തിലാണ്. അങ്ങനെ സാറിൻ്റെ മുമ്പിൽ പോയി ഇരിക്കാൻ തുടങ്ങി. പിന്നെ സാറ് ഓരോ കീസായിട്ട് ഇങ്ങനെ ഓരോ സ്വരങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ സംഗീതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട്. അതെ, ആദ്യ പാഠങ്ങൾ അവിടെ നിന്ന് പഠിച്ചു തുടങ്ങി. പിന്നെ സ്കൂളിൽ ഏറ്റവും വലിയ ഹാർമോണിസ്റ്റായി ഞാൻ. വളരെ രസകരമാണ് ഇർഷാദിൻ്റെ ജീവിതാനുഭവം. ഇർഷാദ് ഇതെല്ലാം പറയുമ്പോൾ ഇപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് ഇർഷാദ് പറയുന്നത്. അത്ര തീവ്രമായ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയതെങ്കിലും ചിരിയുടെ അകമ്പടിയോടെ ഇത് പറയാൻ ഇർഷാദിന് സാധിക്കുന്നു എന്നത് തന്നെ വലിയ അനുഗ്രഹമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ചിരിക്കാൻ മറന്നു പോകുന്ന, ചിരിക്കാൻ മടിയുള്ള ഇന്നത്തെ കാലത്താണ് ഇർഷാദ് ഇതെല്ലാം പറയുമ്പോൾ പുഞ്ചിരിയോടെ ഇടയ്ക്ക് പൊട്ടിച്ചിരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് വലിയ ഇഷ്ടമാണ് ഇർഷാദ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ പാമ്പ് വരുന്നില്ല എന്ന് ഉറപ്പായി. അങ്ങനെ പടി അവിടെ തുടങ്ങി. എന്നിട്ട് അവിടുന്ന് അങ്ങനെ സംഗീതത്തിൻ്റെ ആദ്യ രാഗങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ കർണാട്ടിക് മ്യൂസിക് എന്തെന്നും നമ്മുടെ ഇന്ത്യയിൽ എത്ര സംഗീത ശാഖയുണ്ടെന്നും പിന്നെ വെസ്റ്റേൺ കൺട്രീസിൽ എത്ര സംഗീത ശാഖയുണ്ടെന്നൊക്കെ സാറ് പറഞ്ഞു തന്നു. അതിൽ നമ്മൾ പഠിക്കുന്ന പിന്നെ സംഗീതത്തിൻ്റെ മെത്തേഡ്സ്, ഏത് ക്ലാസിക്കൽ ബേസിലാണ് നമ്മൾ പഠിക്കുന്നതെന്ന് സാറ് പറഞ്ഞു തന്നു. കർണാട്ടിക് ബേസാണ് നമ്മൾക്ക് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് കർണാട്ടിക് ബേസാണ്. കർണാട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും സാറ് പറഞ്ഞു തന്നു. ഇതിനൊക്കെ അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനൊക്കെ അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു. അപ്പം കർണാട്ടിക്കിൻ്റെ സ്വരങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ഫസ്റ്റ് ഇന്ന രാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, രാഗത്തിൻ്റെ പിന്നെ അതിൻ്റെ പ്ലാൻസ്, അതിൻ്റെ സ്വരങ്ങൾ ഇന്നതാണെന്നൊക്കെ സാറ് പഠിപ്പിച്ചു തന്നു. അതിൻ്റെ ഓരോ കീസായിട്ട് നമ്മൾ ഹാർമോണിയം വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുക എന്നൊക്കെ സാറ് പറഞ്ഞു തന്നു. അങ്ങനെ ഓരോ കീസായിട്ട് 1 by 1 ആയിട്ട് സാറ് പറഞ്ഞു തന്നു. ഇതൊക്കെ ഞാനൊരു നിധി പോലെ കൊണ്ടു നടന്നു, മനസ്സിൽ പതിഞ്ഞു. അതെ, കാരണം ഞാൻ ഏറ്റവും ആദ്യം മനസ്സിൽ പതിഞ്ഞത് ഏതൊക്കെ കാര്യങ്ങളായിരുന്നു? ഏറ്റവും ആദ്യം ഒരു സാധനം മനസ്സിൽ പതിയുള്ളൂ. ഇപ്പൊ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന പാട്ടാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നതെന്ന് താങ്കൾ പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ തുടക്കകാലത്ത് മനസ്സിൽ പതിഞ്ഞ രാഗം മായാമാളവ ഗൗള അത് തന്നെയാണ്. നമ്മൾ തുടക്കത്തിൽ എല്ലാവരും പഠിക്കുന്ന രാഗം തന്നെയാണ്. മായാമാളവ ഗൗള എന്ന് പറഞ്ഞ രാഗം തന്നെയാണ്. അതിന്റെ സ്വരസ്ഥാനങ്ങളൊക്കെ തന്നെയാണ് മനസ്സിൽ പതിഞ്ഞത്. ഈ സാധനമൊക്കെ ആയിട്ട് വീട്ടിൽ പോയപ്പോൾ എന്താ സ്ഥിതി? ഈ സ്വരസ്ഥാനങ്ങളും ഈ രാഗവും ഒക്കെ ആയിട്ട് യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിലേക്കാണല്ലോ ചെല്ലുന്നത്. ഇതെല്ലാം വീട്ടിൽ പ്ലേ ചെയ്യാൻ നോക്കിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ സമയത്ത് കീബോർഡ്സ് ഒന്നും അങ്ങനെ ഇല്ല. അപ്പം കീബോർഡ് വായിക്കാൻ വേണ്ടിയിട്ട് ഹാർമോണിയം വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്കൂളിൽ പോകും. ഹാർമോണിയം വായിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീട്ടിൽ പോകണമെന്നാവും. സ്കൂളിൽ താമസിക്കാൻ പറ്റില്ല. ഹാർമോണിയം വായിക്കാൻ സ്കൂളിൽ പോകാൻ താല്പര്യമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീട്ടിൽ പോകണമെന്നായി. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അങ്ങനെ കടന്നു വന്നു. പക്ഷേ എന്താ പറയുക, എനിക്ക് കുറേ കൂടി പഠിക്കണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ലൊരു ടീച്ചർ എന്നുള്ളതെന്നല്ല, എനിക്ക് കുറേ കൂടി നന്നായിട്ട് പഠിക്കണം. ഹാർമോണിയം ആയിരുന്നു അന്ന് ഏറ്റവും ഇഷ്ടം. അതെ. എപ്പോഴാണ് വയലിലേക്ക് മാറുന്നത്? ഹാർമോണിയത്തിൽ പിന്നെ കീബോർഡ്സിലോട്ട് മാറി. കീബോർഡ്സിലോട്ട് മാറിയപ്പം ഈ
വെസ്റ്റേൺ പ്ലാൻസും വെസ്റ്റേൺ നോട്ട്സൊക്കെ കേൾക്കുമ്പോൾ കോഡ്സൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അതിനോട് ഭയങ്കര ഒരു ക്രേസായി. ഇതെങ്ങനെയൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഇവർ വായിക്കുന്നുണ്ടല്ലോ, അപ്പോൾ സാറ് പറഞ്ഞു ഇത് കർണാട്ടിക് പഠിച്ചാൽ ശരിയാവില്ല, അതിന് വെസ്റ്റേൺ ആണ് കുറച്ചുകൂടി നല്ലതെന്നൊക്കെ പറഞ്ഞു, ഈ വെസ്റ്റേൺ പഠിക്കാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞു. സാറങ്ങനെ ഒരാളെ റെഫർ ചെയ്തിട്ടില്ല, അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അന്നൊരു അത് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ, അതുവരെ എനിക്ക് കാര്യമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ സാറേ, ഒറ്റക്ക് ഓടുന്ന ഒരുത്തൻ്റെ ഒരു കാലതാമസം അത് തന്നെയാണ് സംഭവം. പിന്നല്ല, ഒറ്റയ്ക്ക് തന്നെയാണ്. കാഴ്ച കംപ്ലീറ്റും കുറഞ്ഞിട്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി, കാഴ്ച കംപ്ലീറ്റും കുറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ അടങ്ങിയിരുന്നിട്ടില്ല. മ്യൂസിക് പഠിക്കണം എന്നുള്ളൊരു അടങ്ങാത്തൊരു സംഭവം ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതെന്നെ പുറത്തിറക്കി. വഴികൾ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു, വാഹനങ്ങൾ എനിക്കൊരു പ്രശ്നമില്ല. ഇല്ല, പരമാവധി തനിച്ച് തന്നെയാണ്. ഈ വഴികൾ കണ്ട ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടല്ലോ, അപ്പൊ വഴികൾ എന്തെന്ന് പുതിയ മേഖലയിലേക്ക് പോകുമോ? അത് തങ്ങളുടെ നാട്ടും പ്രദേശത്തൊക്കെ അവിടെ വിട്ട് താങ്കൾ ഈ സംഗീത കേന്ദ്രങ്ങൾ അന്വേഷിച്ചുള്ള യാത്രയുണ്ട്, പഠിക്കാൻ പോയത്? ഉണ്ട്. ഒരുപാട്. സ്കൂള് വിട്ട് പിന്നെ എവിടെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്? സ്കൂള് വിട്ടിട്ട് പിന്നെ 10th എഴുതിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിനിറ്റി കോളേജ് ഓപ്പൺ സ്കൂളിലാണ് ഞാൻ എഴുതിയേക്കുന്നത്. 10th എഴുതി പഠനം ഉപേക്ഷിച്ചിട്ടില്ല? ഇല്ല. ഇക്കമാരൊക്കെ വരെ നിർബന്ധമായിരുന്നു, നീ എങ്ങനെ 10th എഴുതാ, അതിന് ശേഷം നമുക്ക് തുടർന്ന് പഠിക്കാന്നുള്ള കണ്ടീഷനിൽ 10th എഴുതി. അതിന് മുമ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അന്വേഷിച്ച് പോകുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അന്ന് പോയ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞില്ലേ, അവർ പലപ്പോഴും ഞാൻ വിളിച്ചു കൊണ്ടുപോകാറുണ്ട്. അതെ, മ്യൂസിക് ക്ലാസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ഒരു എൻ്റെ കൂടെ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു ജാഫർ, പിന്നെ ഒരു ജസീർ, ഷക്കീർ എന്നൊക്കെ 3-4 ആൾക്കാർ. അങ്ങനെ ഫസ്റ്റ് നമ്മൾ പോകുന്നത് താണക്കാണ്. താണക്ക് ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട്, അവിടെയാണ് നമ്മൾ ഫസ്റ്റ് മ്യൂസിക് പഠിക്കാൻ വേണ്ടി. ഫസ്റ്റ് 1-2 സാറുമാരത്ത് നമ്മൾ പോയപ്പം അവർ പറഞ്ഞു നിങ്ങൾക്കത് പഠിക്കൽ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ റിജക്റ്റ് ചെയ്തു. അതിനുശേഷം ഒരു പ്രാവശ്യം നമ്മൾ പഴശ്ശി തമ്പുരാനില്ലേ, ശങ്കരവർമ്മ തമ്പുരാൻ, സാറിൻ്റെ അടുത്ത് ഞാൻ പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലൈൻഡ് സ്കൂളിൽ ഒരു സാറ് പറഞ്ഞിട്ടാണ് ഈ ശങ്കരവർമ്മ തമ്പുരാനെ കൊട്ടാരം അവിടെ തന്നെയാണ്, പഴശ്ശി തന്നെയാണ് താമസിച്ചത്. നമ്മളവിടെ പോയി. പഴശ്ശി ശങ്കരവർമ്മ തമ്പുരാന്റെ വീട്ടിലെത്തി. അത് ഭയങ്കര അച്ചീവ്മെന്റ് ആണ്. ആ സമയത്ത് അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ ഒറിജിനൽ തമ്പുരൊക്കെ വെച്ച് കുറേ പിള്ളേർക്ക് അവിടെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത്, ആരാണ് തമ്പുരാനെന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഒരു പ്രായമുള്ള ഒരാൾ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ തമ്പുരാൻ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എവിടുന്നാ, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കെന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. ഒന്നെന്ന് പറഞ്ഞാൽ തമ്പുരാനാണല്ലോ, പിന്നെ കണ്ടൊരു ഒരു എന്താ പറയുക, ഒരു ഫീലിംഗ് ഒക്കെ ആയിട്ട് എനിക്ക് സംസാരിക്കേണ്ട. ഞാൻ പറഞ്ഞിങ്ങനെ മ്യൂസിക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പാടാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പാടാം. എന്താ പാടാൻ, ഒന്ന് പാടിക്കാമെന്ന് ചോദിച്ചു. സ്വരം ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പാടിയപ്പം തമ്പുരാൻ ഓക്കെ ആയി. തമ്പുരാന്റെ മുന്നിൽ ഏതാ പാടിയത്? തമ്പുരാന്റെ മുമ്പിൽ ഏതാ പാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ 2 വരി പാടാം. അയ്യോ, പാടാറില്ല. ഇല്ല, ഏതാ പാടിയെന്നുള്ള ആ ഒരു വെപ്രാളത്തിൽ അങ്ങ് പാടി പോയതാണ്. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എനിക്കൊരു കണ്ടീഷനുണ്ട്, ആമ്പിള്ളേരാണെങ്കിൽ ഇവിടെ താമസിച്ച് പഠിക്കണം, അതിന് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ അത് റിസ്ക് ആയിരിക്കും, വീട്ടിൽ നിന്ന് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഇയാൾ എവിടെ സ്ഥലം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ വാരമാണെന്ന് പറഞ്ഞപ്പം പറഞ്ഞ് കണ്ണൂർ എൻ്റെ ഒരു ശിഷ്യനുണ്ട്, ഒരുപാട് ശിഷ്യന്മാരുണ്ട് അവർക്ക്, ഇങ്ങനെ ആളുണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കണ്ടപ്പം അവർ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ശിഷ്യനെ ചെന്ന് കണ്ടപ്പോൾ അവർ പഠിപ്പിക്കാൻ അങ്ങനെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും അന്വേഷിച്ചപ്പം താണക്കെത്തി. താണക്കൊരു പഴയ ബിൽഡിങ്ങിൽ ഒരു സാറ് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു, ഈ ഹരീന്ദ്രൻ കക്കാട് എന്ന് പറഞ്ഞിട്ട് സാറ് ക്ലാസ് എടുക്കുന്നുണ്ട്. അങ്ങനെ സാറിൻ്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞപ്പം സാറ് പറഞ്ഞു, ഇർഷാദ് വന്ന് പഠിച്ചോ, ഫീസൊന്നും തരണ്ട. അങ്ങനെ സാറാണ് പിന്നീട് തുടർന്ന് അങ്ങോട്ട് എന്നെ പഠിപ്പിക്കുന്നത്. എല്ലാ ഇൻസ്ട്രുമെൻ്റ് അല്ല, വോക്കൽ. 6 വർഷം ഞാൻ വോക്കൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 6-7 വർഷം വോക്കൽ പഠിച്ചു.
ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറിൻ്റെ അടുത്തും ഉണ്ടല്ലോ ഹാർമോണിയം. അപ്പം നമ്മൾ പഠിക്കുന്നതൊക്കെ ഹാർമോണിയത്തിൽ ഞാൻ പ്ലേ ചെയ്യാൻ തുടങ്ങി. ഫിംഗറൊന്നും അറിയത്തില്ല, കിട്ടാവുന്ന എനിക്കറിയാവുന്ന ഒരു 5 ഫിംഗറും വെച്ചിട്ട് കിട്ടാവുന്ന കീസൊക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സാറ് ഇതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇടക്കാലത്ത് ഞാൻ ഷഹനായും പ്ലേ ചെയ്യുമായിരുന്നു കേട്ടോ. ഷഹനായും പ്ലേ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഹനായുടെ ടോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെങ്ങനെ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും ഈ പറഞ്ഞ കൂട്ടുകാരും കൂടിയിട്ട് കാലിക്കറ്റ് സരസ്വതി ഗിറ്റാർസ് ചെന്നിട്ട് ഷഹനായി വേണമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത് അവർ ചോദിച്ചു, ഇയാൾക്കത് വായിക്കാൻ പറ്റുമോ, ഭയങ്കര ടഫാണ്. ഞാൻ പറഞ്ഞു ശ്രമിച്ചു നോക്കാം. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഊതിയപ്പോൾ സൗണ്ട്സ് ഒന്നും വരുന്നില്ലായിരുന്നു. ഇങ്ങനെ ഒരുപാട് റീഡ്സ് മാത്രമായിട്ട് ഇങ്ങനെ അവർ പറഞ്ഞു റീഡ്സ് മാത്രമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ട് ഷഹനായി പ്ലേ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സോമൻ കുറുവ എന്ന് പറഞ്ഞ ഒരു സംഗീതജ്ഞനുണ്ട് നമ്മുടെ കണ്ണൂർ. സാറിൻ്റെ അടുത്ത് ഞാൻ പോയി. സാറിൻ്റെ അടുത്ത് ഹാർമോണിയം പഠിക്കാൻ പോകാറുണ്ടായിരുന്നു. സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഷഹനായി എനിക്ക് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഷഹനായി ഞാൻ ചെയ്യാറില്ല, പക്ഷേ പിന്നെ മ്യൂസിക് ഞാൻ പറഞ്ഞുതരാം, അത് വേറെ ആളെ നോക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പം ഹസൻ ബായ് കാസർഗോഡ് ഉസ്താദിനെ കണ്ടുമുട്ടാനൊരു സാഹചര്യം ഉണ്ടായി. ഹസൻ ബായ് നമ്മുടെ സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പെങ്കൊച്ച് ഈ ഹിന്ദുസ്ഥാനി പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഹിന്ദുസ്ഥാനി പഠിപ്പിക്കാൻ വേണ്ടി ഒരു സാറ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കണ്ട് പരിചയപ്പെട്ടതാണ്. അങ്ങനെ ഹസൻ ബായ് ഉസ്താദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്ട്രുമെൻറ്റും വായിക്കും. സിത്താർ, ഷഹനായി എല്ലാം വായിക്കും. പിന്നെ അങ്ങനെ ഉസ്താദാണ് ഒരു ഷഹനായി എനിക്ക് തന്നത്. അങ്ങനെ അത് കുറച്ചാൾ ഓടിച്ചുകൊണ്ട് നടന്ന് പിന്നെ അതിൻ്റെ റീഡ്സ് നല്ല പ്രോപ്പറായിട്ടുള്ള റീഡ്സ് ഒന്നും കിട്ടാതെയായി. മാർക്കറ്റിൽ കിട്ടുന്നതൊക്കെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ്, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കൂടുതലായിട്ട്. അങ്ങനെ ഞാൻ പതിയെ അതിൻ്റെ അകത്തുനിന്ന് മാറി. പിന്നെ നല്ല നല്ല ലൗഡായിരിക്കും, നല്ല സൗണ്ടായിരിക്കും. ഇത് വീട്ടിൽ നിന്നൊന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഈ വീട്ടിൽ ഈ പ്രാക്ടീസ് എല്ലാം നടക്കുമ്പോൾ വീട്ടിലുള്ളവരൊരു നിലപാട് എന്തായിരുന്നു? ഞാൻ റൂം അടച്ച് പ്രാക്ടീസ് ചെയ്യും. അവർ കുറേയൊക്കെ പറയും ഇതെന്ത് സൗണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഈ ഐസാര് വരുന്നത് മീൻകാര് വരുന്നതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ഐസാര് വരുന്നത് മീൻകാര് വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ കുറേ സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഹാർമോണിയത്തിലേക്ക് ഈ ഇതെല്ലാം വിട്ട് ഈ വയലിനിലേക്ക് എപ്പോഴാണ് പൂർണ്ണമായിട്ട് വയലിലോട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ്, ഈ ഹരീന്ദ്രൻ സാറിന് മുമ്പിൽ തന്നെയാണ് ഹാർമോണിയം ഏറ്റവും പ്രിയപ്പെട്ട വയലിനാണ്, വയലിനിസ്റ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ബാക്കിയെല്ലാം വിട്ടു. കീബോർഡ്സ് അത്യാവശ്യം ചെയ്യാറുണ്ട്. ബാക്കി പാമ്പ് വരുന്ന പെട്ടിയെല്ലാം ഉപേക്ഷിച്ചു. കീബോർഡ്സ് ഹാർമോണിയം കീസൊക്കെ ഏതാണ്ട് സെയിം തന്നെയല്ലേ? അപ്പൊ അങ്ങനെ സംഗീതത്തിൽ ഓക്കെ. ഇർഷാദിനോടൊപ്പം ഇർഷാദിന്റെ സ്വന്തം സഹചാരിയായ അസ്രിത്ത്, അത് കുറച്ച് ASRITH അസ്രിത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം ഗിറ്റാറിസ്റ്റാണ്. അസ്രിത്തെ, സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇർഷാദിൻ്റെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഇർഷാദും നിങ്ങൾ എത്ര വർഷമായി ഒരുമിച്ച് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നു? 2 വർഷമായിട്ടുള്ളൂ. ഇർഷാദെ, നിങ്ങൾ എപ്പോഴാണ് ഒരു പ്രൊഫഷണൽ ട്രൂപ്പൊക്കെ ആയിട്ട് തുടങ്ങിയത്? എപ്പോഴാണ് ഈ ഒറ്റയ്ക്കുള്ള യാത്ര നിർത്തി പഠനം കഴിഞ്ഞ് ആദ്യമായിട്ടൊരു വേദി എപ്പോഴാണ്, വേദിയിലെത്തുന്നത് എപ്പോഴാണ് പ്രൊഫഷണലായിട്ട്? ആദ്യമായിട്ട് പക്ക പ്രൊഫഷണലായിട്ടൊരു ബാൻഡ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എറണാകുളത്ത് വെച്ചിട്ട്. അത് കൊറോണക്കൊക്കെ കുറേ മുമ്പായിട്ടാണ്. പിന്നെ എറണാകുളത്ത് കണ്ണമാലിയിലൊരു ബാൻഡ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ 6 ബാൻഡാണെന്ന് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതിനകത്ത് ഏത് ബാൻഡിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ പോകുന്നത്? ഞങ്ങൾ സോഫ്റ്റ് റോക്കിന്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു 3 പീസ് ബാൻഡാണ് അന്ന് പോയത്. പിന്നെ ഈ സോഫ്റ്റ് റോക്ക് അന്ന് എവിടെയാണ് കേന്ദ്രീകരിച്ചിരുന്നത്? എറണാകുളത്ത്. അതിനകത്ത് കലാകാരന്മാരൊക്കെ എങ്ങനെ എറണാകുളത്തേക്ക് എത്തിപ്പെട്ടു? എറണാകുളത്ത് ഞാൻ കോളേജ് വിദ്യാഭ്യാസത്തിന് വേണ്ടി എറണാകുളത്ത് പോയതാണ്. ഞാൻ എവിടെയാ പഠിച്ചത്? എറണാകുളം മഹാരാജാസ് കോളേജാണ് പഠിച്ചത്. മഹാരാജാസിലാണ് പഠിച്ചത്? ഇത് ചില്ലറക്കാരനല്ല കേട്ടോ, ഇടയ്ക്ക് ബ്രേക്ക് ചെയ്തിട്ട് മഹാരാജാസിന് ഏതാ ചെയ്തത്? മഹാരാജാസിന് ലിറ്ററേച്ചറാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്തു. എവിടെയായിരുന്നു അങ്ങനെ താമസമൊക്കെ? ഹോസ്റ്റലായിരുന്നു. ഏതൊരു മനുഷ്യനും പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജല്ലേ, മമ്മൂട്ടി പഠിച്ച ക്യാമ്പസ് അല്ലേ? അല്ലേ? സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി പഠിച്ച ക്യാമ്പസിലാണ് പഠനം. എന്നിട്ട് അവിടുന്ന് പിന്നെ എൻ്റെ ജൂനിയർ ഒരു കീബോർഡിസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഹാനോത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആള്
കോളേജ് ഓഡിറ്റോറിയത്തിൽ ഞാൻ പ്ലേ ചെയ്യുന്ന പുള്ളി ചെയ്യുന്ന ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ല. അന്ന് ഈ ജൂനിയേഴ്സിനൊക്കെ സീനിയേഴ്സിന് ഭയങ്കര റെസ്പെക്റ്റാണ്. റെസ്പെക്ട് ചെയ്യണമെന്നാണ് ക്യാമ്പസിന്റെ നിയമം. അല്ലെങ്കിൽ തല്ല് എവിടെ നിന്ന് വരും. ഓ തിരിച്ചും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദേഹോപദ്രവമൊന്നുമല്ല. പരമാവധി അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കാം, നമ്മൾ അത് കണ്ട് രസിക്കുക, അത്രയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്താണ് പ്രധാനമായിട്ട് ചെയ്യിച്ചിരുന്നത്? ഒന്നുമില്ല. നമ്മളെ കൊണ്ട് ഇപ്പോൾ നമ്മളൊക്കെ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ രാത്രി 2 മണിക്ക് തണുപ്പുള്ള സമയത്തൊക്കെ വിളിച്ചിട്ട് എഴുന്നേപ്പിച്ചിട്ട് പറയും ചെന്ന് കുളിച്ചിട്ട് വന്നു പറയും. അതൊന്നുമില്ല, ദേഹോപദ്രവമൊന്നുമില്ല, ഒരിക്കലും ഇല്ല. ചെന്ന് കുളിച്ചിട്ട് വന്നു പറയും. അതെ അതെ, അത് മൃഗീയം എന്ന് പറഞ്ഞ പോരെ സാറേ, അതിനും അപ്പുറത്തുള്ളത് ഭീകരമാണ്. അതെ അതെ അതെ, ഭീകരമാണ്. റാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഗ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ റാഗിങ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പിന്നീട് ഏറ്റവും വലിയ ഫ്രണ്ട്സ്, സീനിയേഴ്സ്. പക്ഷേ ഇങ്ങനെ ദേഹോപദ്രവം ചെയ്തിട്ട് ഇങ്ങനെ ഇല്ലായ്മ ചെയ്യുക, ഇല്ലാതാക്കുക, ലൈഫ് ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ജീവൻ ഇല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞത് പക്ക ബ്രൂട്ടലാണ്. അപ്പൊ താങ്കൾ അവിടെ പഠിക്കുമ്പോഴാണ് ഈ സോഫ്റ്റ് റോക്കുമായിട്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു? അതെ 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 അതെ. സോഫ്റ്റ് റോക്ക് അങ്ങനെ ഞാനും എൻ്റെ ജൂനിയർ കീബോർഡിസ്റ്റും കൂടിയിട്ട് നമ്മളിങ്ങനെ ബാൻഡ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ ബാൻഡ് ക്രിയേറ്റ് ചെയ്തു. അപ്പം ഈവൻ ഹാനോക്കിൻ്റെ ഫ്രണ്ട്, കീബോർഡിസ്റ്റ് ഹാനോക്കിൻ്റെ ഫ്രണ്ട് ഒരു ഡ്രമ്മർ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 3 പേരും കൂടി ഡ്രമ്മർ വീട്ടിലായിരുന്നു പ്രാക്ടീസ്. അങ്ങനെ അവിടുന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് നമ്മളൊരു ബാൻഡ് കോമ്പറ്റീഷന് വേണ്ടി നമ്മൾ പോവുകയാണ് കണ്ണമാലിയിൽ. അങ്ങനെ 6 ബാൻഡ് പാർട്ടിസിപ്പേറ്റ്സ് ചെയ്തതിൽ നമ്മുടെ ബാൻഡിനായിരുന്നു ഫസ്റ്റ് ഒന്നാം സ്ഥാനം കിട്ടി. അതെ അതെ, ഭയങ്കര അച്ചീവ്മെന്റ് അല്ലേ? ഈ നിങ്ങളുടെ ടീം ഇപ്പൊ ഏറ്റവും രസകരമായി മുന്നോട്ട് പോകുന്നുള്ളത്. നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളുടെ ഒരു ടീമിന്റെ ഏതാണ് നല്ലൊരു ഐറ്റം നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുക? ഏതാണ്? തുമ്പി പോരാമോ? അത് കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന രേവതി ഉള്ള ഒരു സിനിമയിലെ അല്ലെ ഏറ്റവും ജനപ്രിയ ഗാനമാണ് അല്ലെ? യെസ്, നമുക്കതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പ്ലേ ചെയ്താലോ? ഓഫ് കോഴ്സ്. എത്ര വേദികൾ ഇപ്പൊ പിന്നിട്ടു ഇർഷാദേ? ഓർമ്മയില്ല. കേരളത്തിനകത്തും പുറത്തും. ഇപ്പൊ നിങ്ങളുടെ ട്രൂപ്പിൽ എത്ര പേരുണ്ട്? ഇപ്പം ട്രൂപ്പിൽ നമ്മളൊരു 5 പേര് സ്ഥിരമായിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ഇതേ പേര് തന്നെയാണോ നിങ്ങളുടെ ട്രൂപ്പിന് ഇട്ടിരിക്കുന്നത്? ഇപ്പൊ എന്താണ് ട്രൂപ്പിന്റെ പേര്? ഇപ്പോഴും സോഫ്റ്റ് റോക്കിന്റെ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരമായിട്ടുള്ളത് പിന്നെ ആശ്രിതുണ്ട്, പിന്നെ ഒരു ഡ്രമ്മർ ജിഷ്ണു ഉണ്ട്, പിന്നെ കീബോർഡിസ്റ്റ് ഒരു മനീഷ് ഉണ്ട്, പിന്നെ 2 കീബോർഡിസ്റ്റ് ആകാശ് ഉണ്ട്. ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. സിംഗേഴ്സ് ഇല്ല, നമ്മുടെ ഫ്യൂഷൻ ഇൻസ്ട്രുമെന്റ് ഫ്യൂഷൻ ബാൻഡ്. അതിന്റെ ഒരു സാധ്യതകൾ ഇന്നത്തെ കാലത്ത് എത്രമാത്രം ഉണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഇന്നത്തെ കാലത്ത് വലിയ സാധ്യത ഉണ്ട്. പക്ഷേ പിന്നെ എക്സ്പെഷ്യലി അവിടെ പറയാനുള്ളത്, ഇപ്പം ഞാൻ ആയതുകൊണ്ട് എന്താണെന്ന് അറിയാൻ പാടില്ല, എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ് വ്യക്തിപരമായിട്ട്. ഇപ്പം പല ബാൻഡിലും വിളിക്കുമ്പോൾ പോകാനൊക്കെ പറയും, പക്ഷെ അവർ ഫൈനലി ചോദിക്കുന്നത് നിങ്ങളെങ്ങനെ ട്രാവൽ ചെയ്യും, തിരിച്ച് നിങ്ങളെങ്ങനെ ട്രാവൽ ചെയ്യും, ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. കാഴ്ചപരിമിതി എപ്പോഴെങ്കിലും ഒരു പ്രതിസന്ധിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ
പ്രതിസന്ധിയായിട്ട് ഓരോ ആൾക്കാർ ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ ചില സമയത്ത് നമുക്ക് നമ്മളോട് തന്നെ ഒരു പുച്ഛം തോന്നിപ്പോകും. ഇപ്പം നമ്മൾ ഒരു വേദിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, എല്ലാ ആൾക്കാരും നമ്മളെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ചില ആൾക്കാർ അവരുടെയൊക്കെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കയറി വന്നിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായോ ഇങ്ങനെയൊക്കെ ചോദിക്കും. അത് ശരിക്കും ഇൻസൾട്ടിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ അത് ശരിക്കും എനിക്ക് ഇൻസൾട്ടിങ് ആണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് എൻ്റെ അടുത്ത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണമെങ്കിൽ മിണ്ടാതിരിക്കാം. ഞാൻ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അതാണ് നമ്മൾ ആ സമയത്ത് ആ ഒരു മെൻറ്റാലിറ്റിയിലേ ആയിരിക്കില്ല. നമ്മൾ ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്ത പ്രോഗ്രാം നന്നാക്കാൻ പറ്റും, നമ്മൾ ആ ഒരു ഹാങ് ഓവറിൽ നിൽക്കുന്നതല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ആൾക്കാർ കയറി വന്ന് ചോദിക്കുമ്പോൾ ശരിക്കും എനിക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇർഷാദിനെ പോലുള്ള കലാകാരന്മാരുടെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ ഞാൻ ഇവരൊപ്പം വർക്ക് ചെയ്യല്ലേ, ഇവരൊപ്പം പഠിക്കുകയല്ലേ ചെയ്യുന്നത്. എത്ര എക്സ്പീരിയൻസിൽ ഒരാളൊപ്പം ഞാൻ പഠിക്കുന്നില്ല, ഞാൻ പരിചയപ്പെട്ട എത്ര വലിയ കാര്യം നിൽക്കുന്നത്. നമ്മളിപ്പോ ഒരു ബാൻഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എന്നാലും എന്താ പറയാ ഈ രംഗത്ത് നല്ല കഴിവുള്ള ഒരാളാണ് അല്ലെ. സമാനതകളില്ലാത്ത ആ കഴിവ് അദ്ദേഹത്തിനുണ്ട്. അപ്പം അത് ആളുകൾ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. തിരിച്ചറിയുന്നുണ്ടോ വെച്ചാൽ ഇല്ല. ഇവർ ഇതിന് മുകളിൽ പോകണ്ടേ, അപ്പൊ കുറച്ചും കൂടെ ആളറിയാനുണ്ട് ഇനിയും. ഇത് പോരാ, അത്രയേറെ അറിവ് അദ്ദേഹത്തിന് ഈ കലാരംഗത്തുണ്ട്. ഡെഡിക്കേറ്റഡ് ആണ്. എന്താണ് അടുത്ത ജീവിതത്തെ കുറിച്ചുള്ള ഇർഷാദിന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? സ്വപ്നങ്ങൾ എന്ന് പറയുമ്പം നമ്മൾ ഇത്ര നേരം സംസാരിച്ചതുപോലെ ആവില്ല, ഇച്ചിരി കൂടി സാഡായി പോകുന്നൊരു പേടി എനിക്കുണ്ട്. വേറെ ഒന്നുമല്ല, ആഗ്രഹിക്കുന്ന സമയത്ത് എനിക്കൊന്നും കിട്ടിയിട്ടില്ല സാർ. ഇപ്പം പ്രത്യേകിച്ച് മ്യൂസിക് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും ആഗ്രഹിക്കുന്ന സമയത്ത് ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ലൈഫിൽ മെയിനായിട്ട് ആഗ്രഹിച്ചത് മ്യൂസിക്കാണ്. പക്ഷെ അതെനിക്ക് വീട്ടിൽ അല്ലെങ്കിൽ ആരെങ്കിലും പറയാനുള്ളൊരു സാഹചര്യം ഇല്ല എന്നുള്ളത് ഒരു പോരായ്മ. അതെ അതെ, പോരാ എന്നുള്ളത് സംഭവമുണ്ട്. പിന്നെ ഓപ്പർച്യൂണിറ്റികൾ, ഇപ്പോൾ ഓരോ കൊച്ചു പിള്ളേരൊക്കെ വേദിയിൽ തകർക്കുന്ന കാണുമ്പോൾ കുറേ കാലം എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ട് എനിക്കിതങ്ങനെ പറ്റുന്നില്ല എന്നുള്ളത്. നിങ്ങളെ തിരിച്ചറിയുന്നില്ല. പക്ഷെ അതിന് ഉത്തരം ഞാൻ കണ്ടെത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ പുറകിൽ നടക്കാനും ഇടത്തും വെളുത്തൊക്കെ നടക്കാൻ ആൾക്കാരുണ്ട്, പക്ഷെ എൻ്റെ കൂടെ ആരുമില്ല. ഞാനൊരു ഈ നിലയിൽ എത്തിയില്ലേ, ഇത്രയും നേടിയില്ലേ, ഇത്രയും കഴിവുകൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചില്ലേ. എളുപ്പമാണോ ഒരാൾക്ക്? ഇനി എല്ലാ കണ്ണും കാതും കഴിയും എല്ലാം ഉള്ള ഒരാൾക്ക് ഇത്രയും പറഞ്ഞു കേട്ടില്ലേ, അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, അതിന്റെ ഒരു ആ കഴിവുകൾ അതങ്ങനെ നേടിയെടുക്കാൻ സാധിച്ചില്ലേ നമുക്ക്? ചെറിയ കാര്യമാണോ? എന്താണ് അസിത്ത്, എന്ത് തോന്നുന്നു? ചെറിയ കാര്യമെന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല. കുറച്ചുകൂടി മുകളിലേക്ക് പോകാനുണ്ട്. നിങ്ങളുടെ ഈ സോഫ്റ്റ് റോക്ക് ബ്രാൻഡ് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തണം. ഒപ്പം നിങ്ങളും എന്താണ് ഇപ്പൊ ഒരു ജനപ്രിയ ഒരു സാധനം കൂടി അടിച്ചുകൊണ്ട് എന്താണ് വിവാഹമൊക്കെ വേണ്ടേ? താങ്കൾക്ക് എങ്ങനെയാണ് അതിനെ കുറിച്ചുള്ള ചിന്ത, കുടുംബജീവിതത്തെ കുറിച്ചുള്ള ചിന്ത എന്താ? കുടുംബത്തിൽ ബാക്കി എല്ലാവരും മാരീഡ് അല്ലേ? എല്ലാവരും മാരീഡ് ആണ്, എല്ലാവരും സെപ്പറേറ്റ് ആണ്. ഇപ്പൊ താങ്കൾ ഒറ്റക്കാണോ വീട്ടില്? ഞാനും മൂത്തൊരു സിസ്റ്ററും ആണ്. ഇപ്പൊ മാതാപിതാക്കൾ ഉമ്മ ഒരു സ്ട്രോക്ക് വന്നിട്ടൊരു 10 വർഷം മുമ്പ് തീർത്ത് കിടപ്പായി പോയി. അപ്പം ഉമ്മാക്കൊരു അറ്റൻഷൻ ഉള്ള ഒരാളെ കൂടെ നിർത്തുന്നതാണ്ട് പെങ്ങന്മാരുടെ കൂടെയാണ് ഉമ്മ ഇപ്പൊ താമസിക്കുന്നത്. ഞങ്ങളുടെ കൂടെ ഇല്ല, മണല്ല, ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ കൂടെ ഇല്ല. നിങ്ങളുടെ കൂടെ ഇല്ല. ആ ചോദ്യം ഇനി കൂടുതൽ ഞാൻ കിടക്കുന്നില്ല. എന്തായാലും താങ്കൾക്ക് ഒരു ജീവിത പങ്കാളി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ സാറേ, ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനൊരു ലൈഫ് വരാനുണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. എങ്ങനെ? എനിക്ക് ഇപ്പം ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനൊരു ലൈഫ് വരാനുണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇത് ഞാൻ പറയാതെ പോയി കഴിഞ്ഞാൽ അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും, ചീറ്റിംഗ് ആയിരിക്കും. എനിക്ക് സത്യം പറയാലോ, എനിക്ക് ഇങ്ങനൊരു ലൈഫ് കുറച്ച് കാലം കഴിഞ്ഞാൽ വരാനുണ്ട് എന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ വെൽ സെറ്റിൽഡ് ആകാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ളത് മ്യൂസിക്കാണ്. അത് വെച്ചിട്ട് എങ്ങനെയൊക്കെ നമുക്ക് പിന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും, അത് വെച്ച് നമുക്ക് എങ്ങനെയൊക്കെ ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ മാക്സിമം രാവും പകലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് ഓടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത് ആർക്കും അറിയില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരും കണ്ടിട്ടില്ല. ഒറ്റയാൾ പോരാട്ടമായിരുന്നു. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഞാൻ കിടന്ന് ഓടിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് സെയിം ടൈമിൽ തന്നെ സ്കൂളിലായാലും കോളേജിലായാലും ഞാനൊരു പെൺകുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമം കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു മനസ്സറിയാനുള്ള ശ്രമം ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും കൊണ്ട് തല്ല് കെട്ടിയിട്ടില്ല എന്നല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. ഇർഷാദിനും വേണം ഒരു ജീവിത പങ്കാളി, വേണം
വരും ഇർഷാദ്. വൈകി വന്നാൽ ഈ ഇത് എന്നാ രജനികാന്ത് പറയും പോലെ എന്താ പറയാ, ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയി വരും എന്ന് പറഞ്ഞതുപോലെ ഇർഷാദിന്റെ ഈ സക്സസ് സ്റ്റോറി സംപ്രേഷണം ചെയ്യുന്നതോടുകൂടി ഇർഷാദിന്റെ ജീവിതത്തിലേക്ക് ഒരു സുന്ദരിയായ നല്ലൊരു പെൺകുട്ടി, നല്ല മനസ്സിനുടമയായ ഒരു പെൺകുട്ടി കടന്നു വരും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഒരു മനസ്സറിയാനുള്ള ശ്രമം ഒരുപാട് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും ആരും കണ്ടിട്ടില്ല. അതിന് സക്സസ് സ്റ്റോറിക്ക് കാത്തു നിന്നതാണ്. ഇതിലൂടെ ഇർഷാദിനെ അറിയാനും ഇർഷാദിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനും ഒരാൾ വരും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷയോടെ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. പോസിറ്റീവായി കൂടെ എന്താ തീർച്ചയായിട്ടും. പക്ഷേ എനിക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടാത്തോണ്ടാന്ന് അറിയാൻ പാടില്ല. എനിക്കിപ്പം വലിയ പ്രതീക്ഷയില്ല. പ്രതീക്ഷയില്ലാതാകരുത് ഒരിക്കലും വേണം. അപ്പൊ നമുക്ക് അവസാനമായി പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നല്ല ഒരു സംഗീതത്തോടു കൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ. പ്രേക്ഷകരെ, വളരെ ഗംഭീരമായിരിക്കുന്നു. ഇർഷാദ് വളരെ രസകരമായിട്ടാണ് താൻ കടന്നു വന്ന എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഏറ്റുവാങ്ങിയ ജീവിതത്തിൻ്റെ പരാധീനതകളെല്ലാം അതിജീവിച്ച് വളരെ കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി തന്നെയാണ് ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ട്രൂപ്പ് സോഫ്റ്റ് റോക്ക് അത് നല്ലൊരു ബാൻഡാണ്. അപ്പോൾ പ്രേക്ഷകരും കൂടുതൽ അവസരങ്ങളിലേക്ക് ഇർഷാദിനെ കൈപിടിച്ചുയർത്തണം. ഇവരുടെ ജീവിതം നമുക്ക് നൽകുന്നൊരു പാഠമുണ്ട്. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഒരു പ്രശ്നമല്ല. ഇർഷാദ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇർഷാദിനോടൊപ്പം അസ്ലത്തും നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. രണ്ടുപേർക്കും ഒപ്പം പ്രേക്ഷകർക്കും സക്സസ് സ്റ്റോറിയുടെ നന്ദി, നമസ്കാരം.